എക്സ്പെൻസീവ്. പക്ഷേ ഞാൻ എൻ്റെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു മിസൈലിൽ ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കുന്ന പൈസ മതി നമുക്ക് 5000 രോഗികളെ രക്ഷപ്പെടുത്താം. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അമേരിക്കയും കാനഡയും ഉള്ള ബന്ധം വരണമെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ നിന്നേ എത്രായിരം കോടിയാണ് നമ്മൾ ഇത്തരങ്ങളാണ് പ്രത്യേകം തരുന്നത്. എൻ്റെ പേരാണ്. ഞാൻ വായിച്ചായിരുന്നു നമ്മുടെ വ്യായാമം യോഗയൊക്കെ വഴി we can actually prevent breast cancer, colon cancer അങ്ങനത്തെ incidents. So how exactly is exercise related to the prevention of very good question. I am challenging you to take a study with PT Usha. നമ്മുടെ PT Usha സ്പോർട്സ് അക്കാദമി പോയിട്ട് you should take initiative to study this problem. കാരണം ഈ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ എൻ്റെ കൊച്ചുമോൾ 11 വയസ്സാണ്, അവർക്ക് മെൻസ്ട്രൽ സൈക്കിൾ ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ട്രോപ്പിക്കൽ രാജ്യങ്ങളിൽ മെൻസ്ട്രൽ സൈക്കിൾ കുട്ടികൾ നേരത്തെ ആരംഭിക്കും. അപ്പോൾ 11 വയസ്സിൽ ഋതുമതിയാവുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന 29 മുതൽ 30 വയസ്സിലാണ്. അപ്പോൾ 11 വയസ്സ് മുതൽ 28, 30 വയസ്സ് വരെയുള്ള 19 വർഷക്കാലം എസ്ട്രോജൻ്റെ വേർവാഴ്ചയാണ്. ഹൈപ്പർ എസ്ട്രോജനിസമാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള വിത്ത് പാകുന്നത്. പണ്ട് വരുന്നില്ല. പണ്ടത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ 17 വയസ്സിൽ കല്യാണം കഴിച്ചു, 6 പേരും പ്രസവിച്ചു. അപ്പോൾ എസ്ട്രോജൻ്റെ ലെവൽ കൂടി നിൽക്കാനാണ് അനുവദിച്ചിട്ടേയില്ല. പ്രൊജസ്ട്രോൺ കൂടെ വന്ന് അതിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് മാറിയ കാരണം പെൺകുട്ടികളൊക്കെ 18 വയസ്സിൽ ഋതുമതിയിലാവുന്നു. അവർക്കെല്ലാം എക്സ്ട്രാ ഫാറ്റ് ഉണ്ടാവും. വെരി ഫാറ്റ് ടിഷ്യൂ ക്യാൻ പ്രൊഡ്യൂസ് എസ്ട്രോജൻ. ഇങ്ങനെ അതാണ് ഈ അറോമറ്റൈസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. മസിലിറ്റിയും ഫാറ്റുള്ളതാണ് അറോമറ്റൈസ്. ഇത് എക്സ്ട്രാ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഓവറിൽ നിന്നും എക്സ്ട്രാ ചെയ്യുന്നു. നമ്മുടെ സീഡിൽ നോക്കി അറിയാം, എല്ലാവർക്കും എന്തൊക്കെറിയാം, നമ്മുടെ നായികമാർക്ക് കണ്ടല്ലേ ഇതെല്ലാം എങ്ങോട്ട് പോകുന്ന ഇതെല്ലാം they are all getting ready for the worst disease of the time. Diabetes, heart disease, stroke, breast cancer, endometrial cancer. ഒരുപാട് സീരിയൽ കാണുന്നുണ്ടോ? ഞാൻ സീരിയലാണെന്ന് പറയാൻ ഞാൻ തമിഴിൽ നല്ല കാർട്ടൂൺ കണ്ടിച്ചു പോയി. ആരാണ്ടെ ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛനുണ്ടോ മോനെ? ഇല്ല, അച്ഛനെ വിളിക്കാൻ പറ്റില്ല. അമ്മയെ വിളിക്കാൻ പറ്റില്ല. എന്താ രണ്ടുപേരും കരയാണ്. ഞാൻ ചോദിച്ചു അത് അമ്മ സീരിയൽ കണ്ട് കരയുന്നു, അച്ഛൻ അടുക്കളയിൽ നിന്ന് ഉള്ളിൽ വിളിക്കുകയായിരുന്നു. എന്നാലും ഞാൻ ഈ സീരിയൽ കാണാൻ എൻ്റെ സഹോദരി സീരിയൽ ആക്ടർ മല്ലിക സിനിമ എന്ന സഹോദരിയാണ്. എന്നാലും ഞാൻ സീരിയൽ കാണാറില്ല. സാർ, എൻ്റെ പേര് വിഘ്നേഷ് എന്നാണ്, സെക്കൻഡ് ഇയർ. സാർ, TV പ്രോഗ്രാമിൽ കണ്ടതാണ് ഒരു നാട്ടുവൈദ്യം സോറിയാസിസ് പോലുള്ള ഡിസീസൊക്കെ ചികിത്സിക്കുന്ന ഒരു പുള്ളി പറഞ്ഞതാണ്. അതായത് അലോപ്പതിയിൽ എന്തിനും ഒരു കംപ്ലീറ്റ് ക്യൂർ എന്നൊരു തിയറി ഇല്ല. അതായത് ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സർജറി എന്ത് ചെയ്താലും അവസാനം വരെ ഗുളിക കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. അതേസമയം അവരുടെ ഒരു തെറാപ്പിയിൽ ഒരു കംപ്ലീറ്റ് ക്യൂർ എന്നൊരു കേസുണ്ട്. സാർ, ആരോപണം പോലെ ഉന്നയിച്ചാണ് സാർ പണ്ട് പോലുള്ള ആരോപണം. അതായത് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എ നല്ലതാണ്. ഹെപ്പറ്റൈറ്റിസ് എ കീഴാകുന്നു അല്ലേ? ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ്? മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് വിൽ ഹാവ് എ സെൽഫ് റെസൊല്യൂഷൻ ആൻഡ് ദ ഡിസീസ് സെൽഫ് ട്രാൻസ്മിഷൻ അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം കൊടുത്താലും കൊള്ളാം, സ്റ്റിറോയിഡ് കൊടുത്താലും കൊള്ളാം, ലൈഫ് എഫക്റ്റീവ് കൊടുത്താലും കൊള്ളാം, പിന്നെ കീഴാതെ കൊടുത്താലും കൊള്ളാം. അപ്പോൾ ഒരുപാട് രോഗങ്ങൾ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുണ്ട്. അത് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടാക്കുന്ന ക്ലെയിമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമാണ്. എവിടെ ആണെങ്കിൽ മരുന്നുണ്ടെങ്കിൽ രോഗം പിടിച്ചെടുക്കാനുള്ള മാർഗമുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്, സോറിയാസിസ് ഭേദമാക്കാൻ. ഒരു നല്ല ലോറെ കണ്ട് പേറ്റന്റ് എടുത്ത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓടാവുന്ന പോലെയാണ് അവിടെ. അപ്പം അന്തിയോട് എടുക്കുമ്പോൾ അറിയാൻ മാങ്ങയുടെ സയന്റിഫിക്കായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആരും വരില്ല. ഒരുപാട് ഞാൻ അവിടെ ഞാൻ പേറ്റന്റ് എടുത്തരാം, ഒന്ന് പിന്നെ RCC സ്ട്രീറ്റ് ഒന്നും ചെയ്യും, നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല, തന്നെയല്ല നിങ്ങൾ അനാട്ടിനാകാൻ പോകണം. സാർ, എൻ്റെ പേര് അംബിക, സെക്കൻഡ് ഇയർ ആണ്. ഈ സാർ പറഞ്ഞില്ലേ ക്യാൻസർ റീസെർച്ചിൽ യു മസ്റ്റ് ഡീബഗ് ക്യാൻസർ ടു ദി മോളിക്യുലർ ലെവൽ ഓർ ദ വെരി സ്മോളസ്റ്റ് ഓഫ് ദി ലെവൽസ്. അപ്പം സപ്പോസ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആൻഡ് യു വാണ്ട് ടു ഡു സം റീസെർച്ച്, how adept should you be at coding or computer related things so that you can make you can get more into this research? Like, yeah, computer skills will be a must regardless which specialty you are going to learn. കാരണം ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അടുത്ത ഡൊമൈൻ അല്ലേ.
നമ്മളിപ്പോൾ കുത്തി എഴുതുന്നതിന് പകരം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ് 25 കൊല്ലത്തെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഫീവർ ഓഫ് അൺനോൺ ഓറിജിൻ, എത്ര എണ്ണത്തിൽ ടൈഫോയിഡ് ആയിരുന്നു, എത്ര എണ്ണത്തിൽ വൈറസ് ആയിരുന്നു, എത്ര എണ്ണം ന്യൂമോണിയ ആയിരുന്നു, എത്ര എണ്ണം യൂറിനറി ട്രാക്ട് അങ്ങനത്തെ ഡേറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സ്കിൽ ഇസ് എ മസ്റ്റ്. പിന്നെ വേറെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ടീച്ച് യു ഹൗ ടു ഡു ബേസിക് റിസർച്ച്, ഹൗ ടു ഡു ട്രാൻസ്ലേഷൻ റിസർച്ച്, ഹൗ ടു ഡു ക്ലിനിക്കൽ റിസർച്ച്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഗുരു ഒന്ന് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വീട്ടിൽ പഠിക്കാം. മസ്റ്റ്. എനിക്കൊക്കെ ഇല്ലാത്തത് നിങ്ങൾക്ക് ഉള്ളതാണ്. ഞാനൊക്കെ ഇപ്പോഴും എൻ്റെ കൊച്ചുമക്കളെ കൊണ്ടാണ് ഞാൻ ഐപാഡ് പഠിക്കുന്നത്. വി ആർ നോട്ട് എന്താ പറയുക മെയ്ഡ് ഫോർ ദാറ്റ്, വയർഡ് ഫോർ ദാറ്റ്. കൊച്ചുപിള്ളേർ നിങ്ങൾക്ക് വളരെ പേര്. എൻ്റെ അലർജി സെക്കൻഡ് ഇയർ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. സാർ ഈയിടയ്ക്ക് ന്യൂസ് പേപ്പറിലൊക്കെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ച് വളരെ വായിച്ചു. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും വാട്ട് ഇസ് ഫ്യൂച്ചർ ഫോർ ആൻറ്റിബയോട്ടിക്സ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ട്രില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർകുലോസിസ് ആണ് അറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഈക്കോളയൊക്കെ ഒരുപാട് ഈക്കോള എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യപ്പെടുന്ന ഈക്കോളയാണ്. സാധാരണ വെള്ളത്തിൽ 100 ml 500 ഈക്കോള അനുവദിച്ചിട്ടുണ്ട്. ഇന്നലെ പമ്പയിലെ റിപ്പോർട്ട് 100 ml 3.5 ലക്ഷം ഈക്കോളയാണ്. ഈക്കോള അറിയാം, കോളമുള്ള ബാക്ടീരിയയാണ്. അപ്പം നമ്മൾ ഈ കോരി മുഖത്തൊഴിക്കുന്നതും കുടിക്കുന്നതും തല കഴുകുന്നതൊക്കെ ഈക്കോളെ കഷായമാണ്. അപ്പോൾ ഈക്കോളെ പണ്ട് നമുക്ക് ആംബുലൻസിനെല്ലാം നല്ലതാണ്. ഇപ്പോൾ ആംബുലൻസിന് തൊട്ടാൽ ചിരിക്കുകയുള്ളൂ ഈക്കോളെ, അങ്ങനെ അനക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആൻറ്റിബയോട്ടിക്സ് തുടങ്ങി. അത് എന്തുകൊണ്ടാണ് വന്നു പറഞ്ഞാൽ ഡോക്ടർമാർ ചെയ്യുന്നതുകൊണ്ട്. മറ്റിപ്പം മിക്ക മെഡിക്കൽ സ്റ്റോറിലും പോയി ആൻറ്റിബയോട്ടിക് അറിഞ്ഞു തരും. ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണം. ഡോക്ടർമാർ സ്റ്റോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ക്യൂറായിരിക്കും. പക്ഷേ പെട്ടെന്ന് പറയാൻ വേണ്ടി കുറച്ച് ആൻറ്റിബയോട്ടിക്സും കഴിച്ചേക്കാൻ പറ്റും. ഇങ്ങനെ കഴിച്ച് മിക്ക ബാക്ടീരിയയും പ്രൊഡക്റ്റുണ്ടായി കഴിയും. അപ്പം മട്ടിടക്കം കേൾക്കണം അല്ലേ? മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇതാണ് നമ്മുടെ ആശുപത്രികളിലൊക്കെ തെളിവാഴ്ച. മിഴ്സ എന്നാണ് പറയുന്നത്. മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസിന് പഴയ കാലത്ത് യൂസ് മെത്തിസിൻ ആയിരുന്നു. ഇപ്പം മെത്തിസിൻ നേരത്തെ താഴെ ഉപയോഗമില്ല. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് കുഴപ്പമില്ല. ഇപ്പം പുതിയ ഡിനോസിറ്റി എന്നൊക്കെ പറഞ്ഞ് പുതിയ ഭയങ്കര വിലയാണ്. ഇതൊക്കെയാണ് ഈ ഹെൽത്ത് കെയർ കോസ്റ്റ് കൂട്ടുന്നത്. നമ്മൾ റെസിസ്റ്റൻസ് സ്പ്രേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ന്യൂമോണിയ ആയിട്ട് കമ്മ്യൂണിറ്റി ഒക്കെ ന്യൂമോണിയ ആയിരിക്കാം. ഹോസ്പിറ്റലൊക്കെ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ന്യൂമോണിയ പിടിച്ചാൽ ഒരൊറ്റ ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യും. കാരണം സകലമായ ഗറില്ല സിലിനെയും അതിജീവിക്കാൻ ഇതിനുള്ള ബാക്ടീരിയയാണ് നമ്മുടെ വാർഡിലെത്തുന്നത്. വെരി കോംപ്ലക്സ് ഇഷ്യൂ. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ അനുവദിക്കില്ല. നമ്മുടെ ഇവിടേക്ക് വരാൻ പോകുന്ന അതാണ്. ഇപ്പം ജയനൊക്കെ ചോദിക്കുന്നത് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പിയർ ഗ്രൂപ്പ് നോക്കും. എല്ലാ സ്റ്റാഫും എടുത്തിട്ട് അത് അപ്പൻഡിസൈറ്റിസ് കഴിഞ്ഞു ത്രീ ആൻറ്റിബയോട്ടിക്സ് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലേ? ഫീവർ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്സ് തുടങ്ങിയെങ്കിൽ പിയർ ഗ്രൂപ്പിന് ആൻസർ ചെയ്യേണ്ടി വരും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി അഷുറൻസ് വരുമ്പോഴത്തേക്ക് ഒരാൾ കുട്ടിയെടുത്തുണ്ട്. ഞാൻ കറക്റ്റാൻ തരുന്നതാണ്. എനിക്ക് ആരാ ചെയ്തുകൊണ്ട് കണ്ടില്ല. ചാർട്ട് നോക്കിയിട്ട് ഞാൻ കൊറിയിട്ട് വയ്ക്കും. കുറച്ച് ഇടുമ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ തന്നെ പേഷ്യൻ്റ് ആയിരിക്കും. അത് കാര്യമില്ല. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് വന്നൊരു പേഷ്യൻ്റ് തുടക്കത്തിലെ സെപ്റ്റിഡീൻ തേർഡ് ജനറേഷൻ സെഫലോസ്പോറിൻ ഉപയോഗിച്ചു. അതെ, ചിലപ്പോൾ അതിൻ്റെ നൈട്രോഫോൺ ഉണ്ടായതുകൊണ്ട് മാറ്റാവുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ ചുമതല വരാൻ പോകണം. യു വിൽ ബി ഡൂയിങ് ദ പിയർ റിവ്യൂ, യു വിൽ ബി അഷ്വറിങ് ദ ക്വാളിറ്റി. സാർ, ഞാൻ സഖിയ, സെക്കൻഡ് ഇയർ MBBS. അപ്പം ഇപ്പോൾ ക്യാൻസറിനെ കുറിച്ചും ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ സാർ ഇത്രയും പ്രഗത്ഭനായ സ്ഥിതിക്ക് MBBS പഠിച്ചിരുന്ന കാലത്ത് ചെയ്ത എന്തെങ്കിലും പ്രത്യേകിച്ച് സാർ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ റിസർച്ചിലൊക്കെ ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട്? കൂടാതെ സാർ MBBS പഠിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. MBBS പഠിച്ചിരുന്ന കാലത്ത് കുറേ കൂടെ പഠിക്കാവുന്ന ഒരുപാട് കാര്യമാണ്. പഠിക്കാൻ പറ്റാതെ ഒരു നിരാശയുണ്ട്. പക്ഷേ എൻ്റെ മാത്രമല്ല, എൻ്റെ ബാങ്കുകാരുടെ എല്ലാം പ്രശ്നമാണ്. കാരണം ഈ ക്രിട്ടിക്കൽ തിങ്കിങ് അത് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. CAT സ്കാൻ MRI ഒന്നുമില്ല അല്ലേ? ഞങ്ങളുടെ പോസ്റ്റർ നോക്കിയിട്ട് പറയുകയാണ് ബ്രോങ്കിൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ബ്രോങ്കിൾ ബ്രീത്തിങ്.
അങ്ങനെ നമുക്ക് സ്പ്ലെൻഡർ അറിയാൻ പറ്റും. ഇവിടെയാണെങ്കിലും വൈകുന്നേരം 6 and അൾട്രാ എടുത്തിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പൊ ഈ മിലിറ്ററിയിലെ തമാശ ഉണ്ട്, ഏതോ ഒരു ചത്തു ചെറുക്കാടെ കുഴിച്ചിടാനായിട്ട് കൊണ്ടുപോയി. കുഴിച്ചിടാകുമ്പോഴത്തേക്ക് അടുത്ത ആൾ ക്ഷീണി. അപ്പൊ കൊണ്ടുവന്ന ആൾ പറയണം അത് ഈ ജീവിതത്തിലെന്ന് പറയുന്നതൊന്നും കാര്യമില്ല, കേണൽ സാബാണ് പറയാൻ ചത്തം. ഇയാളൊരു ഓട്ട പറയാൻ കാണുന്നത് കേണൽ സാബ് എന്ന് പറയുന്നത് ജീവനിൽ ആരാ വായിക്കാൻ അത് കുഴിച്ചിടാൻ പോകും എന്ന് പറഞ്ഞാൽ അന്ന് രണ്ടുതരം മെഡിസിൻ ഉണ്ട്. എവിഡൻസ് ബേസ്ഡ് മെഡിസിനും എമിനൻസ് ബേസ്ഡ് മെഡിസിനും. എമിനൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് വെരി എമിനൻറ്റ് അങ്ങനെ പറഞ്ഞാൽ അക്കാലൊക്കെ പോയി. ഉദ്ദേശിച്ചത് പക്ഷേ ഇനി ഒന്നും കൂടെ നല്ല ജോലി. ഞാൻ വിചാരിച്ച ആരെങ്കിലും ജോലി ചെയ്യാൻ വിചാരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വിഭിന്നമായിരിക്കും? ഞാൻ എവിടെ പഠിക്കുന്നതനുസരിച്ച് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിങ്ങളെ കഴിയുന്നത് എനിക്ക് കാര്യം അല്ലേ. ഒരു പക്ഷേ ഞാൻ ഒരു കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പോയിട്ട് നാനോ ടെക്നോളജിയോ അല്ലെങ്കിൽ ഈ ലേറ്റസ്റ്റ് ടെക്നിക്ക് ഓഫ് RNA ടെക്നോളജിയോ ഞാൻ പഠിക്കും. കാരണം ഞാൻ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് എൻ്റെ MBBSന്റെ കൂടെ 2 years of solid experience in RNA technology that I'm head and shoulder above my peers. എവിടെ പോയാലും എന്നെ കുത്തിയെടുക്കും. അതല്ല ഈ അങ്ങനെ ലാബിൽ വലിയ താല്പര്യമില്ല. I go to the Center for Development Studies and try to look at the socio-economic aspects of recurrent viral infections in Kerala. അപ്പോൾ എൻ്റെ 2 പേപ്പറുള്ള ലാൻഡ്സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ CV ഒന്നും ആരെയും കാണിക്കേണ്ട കാര്യം. സോ അത് ഞാൻ ചെയ്യും. അത് എനിക്ക് ആരും പറഞ്ഞു തരാൻ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മുഴുവൻ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളം ഉണ്ട്. നമുക്ക് വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ പ്രോപ്പർ ഡ്രിങ്കിങ് കിട്ടില്ല. അതിന് കുഴപ്പമില്ല, എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ പിന്നെ ഒരാൾ പറയല്ലേ, പൂ പോരാഞ്ഞോ പൂക്കല പോരാഞ്ഞോ എന്താ തുമ്പിട്ടുള്ളാത്ത അടുത്തത്. സാർ ഇപ്പൊ പറഞ്ഞോണ്ട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു. എന്റെ വീട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ അടുത്താണ്. പക്ഷെ അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് എന്നെ സംബന്ധിക്കും. ഞാൻ ചോദിക്കാൻ വന്നത്, ഞാൻ എൻ്റെ ഫാമിലി എല്ലാം നോക്കുകയാണെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വരുന്ന ഒരാൾക്ക് ആളാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഞാൻ പണ്ടുമുതൽ കേട്ടുള്ളത് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എടുക്കേണ്ടി വരും, സൈഡ് എഫക്ട്സ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഡോക്ടറെ കാണാൻ പോകാൻ വരെ കുറേ പേർക്ക് മടിയാണ്. അതുപോലെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഞങ്ങൾക്കൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് കുറേ ആൾക്കാർ ഇപ്പോഴും ഹെൽത്ത് സെക്ടറിലേക്ക് അവർ മെഡിക്കൽ സീക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഇത്രയും റിസർച്ചിനെ കുറിച്ചൊക്കെ സാർ പറഞ്ഞു. ഇതെല്ലാം താഴെത്തട്ടിലുള്ള ആൾക്കാരിൽ വരെ എത്തിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ മീഡിയ ഒന്നും ശ്രദ്ധിക്കാത്തതിൽ എനിക്ക് പരാതിയുള്ളൂ. അത് നമ്മുടെ നമുക്കൊരു നല്ല ഹെൽത്ത് സ്റ്റാൻഡ് എന്തുകൊണ്ടില്ല. നമുക്കെല്ലാം 28 ചാനലുണ്ട്. 28 ചാനലും കൂടെ 24 മണിക്കൂർ ടെലികാസ്റ്റ് എന്നുള്ള വാക്കെടുത്തിട്ടുള്ളത്. ടെലികാസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ കാസ്റ്ററാണ് വരുന്നത്. ഇന്ന് ഒരു 2 മണിക്കൂർ ഉണ്ടാകുമ്പോൾ ഏത് പ്രോഗ്രാം, ഒരു സ്റ്റിമുലേഷൻ തരുന്ന പ്രോഗ്രാം വളരെ കേരളത്തിലെ പൊടികളെ കുറിച്ച് പരിപാടിയുണ്ട്. വളരെ പഴയ നമ്മൾ 44 പൊടികളെ കുറിച്ച് വളരെ അങ്ങനെ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന പരിപാടി വളരെ കുറവാണ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞ പോയിന്റ് ജനങ്ങൾക്ക് ഒരു മെഡിക്കൽ രംഗത്തെ കുറിച്ച് അവബോധം ഉണ്ടായെങ്കിലേ അവരെ സഹകരണത്തോടുകൂടി ഇതിന് പുതിയ ആരോഗ്യം പ്രവർത്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട്